എല്ലാവർക്കും വീട്ടിലാക്കിന്റെ പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ലൊരു എക്സ്ട്രീം ബിയറിഷ് മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു മാർക്കറ്റ് വീഴാനുള്ള കാരണം എന്ത്? നമ്മളെ പുതിയ HMPB വൈറസ് കാരണമാണോ, അതോ മാർക്കറ്റിൽ വേറെ വല്ല കറക്ഷൻ ആയതുകൊണ്ടാണോ ഈ ഒരു മാർക്കറ്റ് ഇന്ന് ഡൗൺ ആയത് എന്ന് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. കൂടാതെ നമുക്ക് നാളെ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതും കൂടെ, അതായത് നാളെ ചൊവ്വാഴ്ച നമുക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ലോങ് ടൈമിൽ സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ടോ, അതോ എന്താണ് ഇനി ഒരു നാളെയും നമുക്ക് എക്സ്ട്രീം ബിയറിഷ് മാർക്കറ്റ് കാണാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമുക്ക് വൺ ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകുന്നില്ല. എന്നും നമ്മൾ വൺ ഡേ ടൈം ഫ്രെയിം നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾ നേരെ ഇനി വീക്കിലി ടൈം ഫ്രെയിമാണ് നോക്കാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് നല്ലൊരു കറക്ഷൻ അല്ല, അത്രയ്ക്ക് നന്നായിട്ട് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് 400 പോയിന്റ് ഡൗൺ ആണ് മാർക്കറ്റ് ഇന്ന് നിഫ്റ്റി തന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 1000 പ്ലസ്, അതായത് 1000 മേലെ 1100 കണക്കിന് പോയിന്റ് മൈനസിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇന്ന് ഫസ്റ്റ് ഇപ്പൊ കാണുന്ന 5 മിനിറ്റ് ചാർട്ടാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഡിലീറ്റ് ആക്കാം. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്. ഇതൊരു സ്ട്രോങ്, അതായത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇത് പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇത് ഈ ഒരു ലെവലിൽ ട്രേഡ്, അതായത് ഗുഡ് സൈഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാണ്. ഓക്കെ, കാരണം ഇവിടെ നല്ലൊരു ഷൂട്ടിംഗ് സ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പ് തന്നെയാണ് ഇന്ന് വന്നിട്ടുണ്ടായത്. ഓക്കെ, കാണാൻ പറ്റിയ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ, നെക്സ്റ്റ് ഇവിടെ ട്രേഡ് മിസ്സായവർക്ക് ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ. ഓക്കെ, അതായത് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസിലാണ് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അവിടെ കയറി ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ 5 മിനിറ്റ് ആണ്. ഈ ഒരു 5 മിനിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു ബൈങ് വരുന്നുണ്ടായിരുന്നു ഈ ഒരു ലെവൽ. കാരണം ഇവിടെ നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രീവിയസ്ലി ഒരു സ്ട്രോങ് ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിൽ എടുത്തു. പിന്നെ ഒരു മാർക്കറ്റ് നല്ലൊരു ബിയറിഷ് മൂവ് ആണ് കാഴ്ചവെച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതായത് നമ്മുടെ FI എന്താണ് പറയുക, FI ഏത് പൊസിഷനാണ് മേക്ക് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് നല്ലൊരു മാർക്കറ്റ് നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു, ഇപ്പൊ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം സപ്പോർട്ട് എടുക്കാം, കാരണം നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ആണല്ലോ വേണ്ടത്. ഓക്കെ, സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, സ്ട്രോങ് സപ്പോർട്ടാണ് ഇത്. ഓക്കെ, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഈ സോൺ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഈ ഒരു ഹാമർ എന്ന് പറയാനല്ല, അത് വലിയൊരു ഹാമർ ആയിട്ട് നമുക്ക്, അതായത് 23,350 മുതൽ 23,530 വരെ. ഓക്കെ, 530 വരെയാണ് ഈ ഒരു സോണ് എന്ന് പറയുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെ വേണം ബിഹേവ് ചെയ്യാം. ഈ ഒരു സോൺ താഴോട്ട് ബ്രേക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു വലിയൊരു കറക്ഷൻ തന്നെ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ കിട്ടും. അതായത് 22,000 മാർക്കറ്റ് നെക്സ്റ്റ് വന്ന് കിടക്കുക. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നെക്സ്റ്റ് 22,000 വരും എന്നതിൽ ഒരു സംശയമില്ല. കാരണം മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഓക്കെ, കാരണം ഇവിടെ ഈ ഒരു ലെവൽ പൊട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റിന് സപ്പോർട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടം വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ മാർക്കറ്റ് അങ്ങനെ പെട്ടെന്ന് ഇത്രയും വലിയൊരു ഇത് ബ്രേക്ക് ചെയ്ത് പോകില്ല. കാരണം ഈ ഒരു വീക്ക്ലി സപ്പോർട്ടാണ് ഈ ഒരു നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടെ എത്ര വർഷം വന്നിട്ടുണ്ട്? 1 2 ഓക്കെ 2 3 4 ഓക്കെ 4 വട്ടം വന്നു മാർക്കറ്റ് തിരിച്ചു. ഇത് 5ാമത്തെ വട്ടമാണ് മാർക്കറ്റ് ഈ ഒരു സോണിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് നല്ലൊരു ബൈങ് വരാനുള്ള ചാൻസ് 110% കൂടുതലാണ്. ഓക്കെ, മാർക്കറ്റിൽ എങ്ങനെ നിഫ്റ്റി, അതായത് ഇപ്പോഴത്തെ നമ്മളെ HMPB വൈറസിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു HMPB വൈറസ് ഓൾമോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അത്രയ്ക്ക് അഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പം നമ്മളെ ബാംഗ്ലൂർ തന്നെ പുതിയൊരു കേസ് വന്നത്, നമ്മളത് ചൈനയിൽ നിന്ന് ഇപ്പം ആരും ഇങ്ങോട്ട് വന്നിട്ടൊന്നുമല്ല ആ ഒരു വൈറസ് ഇവിടെ എത്തിയത്. ഓക്കെ, ഓൾറെഡി ഇവിടെ ഉള്ളൊരു വൈറസ് ആണ്. അപ്പം ജസ്റ്റ് ഇതൊരു പാനിക് സെല്ലിംഗ് മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്, അതായത് നാളെ എന്താണ് വരുന്നത് കണ്ടറിയാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ വരാനുള്ള ചാൻസ്, ഫോൾ എന്ന് പറയാനല്ല, മാർക്കറ്റ് കറക്ഷൻ കിട്ടുന്നതിന്റെ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു 110% എൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്നുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ ഈ ഒരു ലെവൽ വരെയാണ് നെക്സ്റ്റ്
അതായത് വീക്കിലിയിലാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലൂടെ നമ്മൾ വരാം. ഓക്കെ, ഇതാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, വീക്കിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കാം. ഡേയിൽ പോയി കഴിഞ്ഞാൽ അതുമല്ല, അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതൊക്കെ മാർക്കറ്റ് എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് വരും, വീണ്ടും സെല്ലിങ് വരും. ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ അതായത് ലോങ് ടൈം ഫ്രെയിം നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇന്നത്തെ മാർക്കറ്റ് ഇനി എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ഇവിടെ 1, 2, ഓക്കെ 3, അതായത് ഓരോ ക്യാൻഡിൽ ഒരു ദിവസത്തെ ക്യാൻഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എത്രത്തോളം മാർക്കറ്റ് ഇവിടെ 1, 2, 3, 4 ദിവസത്തേക്ക് ഈ ഒരു സോണിൽ മാർക്കറ്റ് നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1, 2, 3 ഉണ്ട്, 3 ദിവസം ഇവിടെ നിന്ന് കയറിപ്പോയി, ഇവിടുന്ന് കയറിപ്പോയി, ഇവിടുന്ന് കയറിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇവിടുന്ന് ഒരു റിവേഴ്സ് അടിക്കാനുണ്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു റിവേഴ്സിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അതായത് നോർമൽ നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിം കിട്ടും, ചെറിയ ടൈം ഫ്രെയിം കിട്ടും, അതായത് എല്ലാവരും ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിം കിട്ടും. നമുക്ക് പോവാം, എന്നിട്ട് നോക്കാം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ്, എന്താണ് ഇന്ന് മാർക്കറ്റ് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, 15 മിനിറ്റ് നമുക്ക് കാണാം നല്ലൊരു സെല്ലിംഗ്, അതായത് ഇതൊരു പാനിക് സെല്ലിംഗ് എന്ന് തന്നെ പറയാം. കാരണം ന്യൂസിന്റെ അടിസ്ഥാനത്തിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. നമുക്ക് ഒരു 100% പറയാൻ പറ്റില്ല ഇന്ന കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ആയത്. ഓക്കെ, അപ്പൊ മൂന്ന് സെല്ലിംഗ് വന്നു നല്ല രീതിയിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു ഏരിയ ഇതിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ കാണുമ്പോൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇവിടെ നിന്ന് ഒരിക്കലും ബൈ ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരിക്കലും ബൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പം ഇവിടുന്ന് എങ്ങനെ ബൈ ചെയ്യണം അതിന്റെ സിഗ്നൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് ഒരു സ്ട്രോങ് ബൈങ് വന്നാൽ മാത്രമേ നമുക്ക് ഒരു ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സെല്ല് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം പിന്നെ ഒരു കാര്യം, ഈ ഒരു സോണിൽ നമുക്ക് സെല്ല് ചെയ്യുന്നത് നമുക്ക് വലിയ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നല്ല സ്ട്രോങ് ബൈങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതാണ് ഡേ ടൈം ഫ്രെയിം, അതായത് 15 മിനിറ്റ്, അതായത് ഇന്നത്തെ ഇൻട്രാഡേയിൽ ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ എഫ് ഐന്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എഫ് ഐ ഇന്ന് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. നല്ലൊരു 1500 CR അവർ ഓൾമോസ്റ്റ് 1500 CR അടുത്ത് സെല്ലിംഗ് ആണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി നാളത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് നാളെ നമുക്ക് മേ ബി ഒരു സൈഡ് വേഴ്സ് ആണ് ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും പറയുന്നില്ല നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഗ്യാപ്പ് ഡൗൺ ആണ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഓപ്പൺ ആയിട്ട് കാണും. മേ ബി നമുക്ക് ഈ ഒരു സോണിൽ എവിടെയെങ്കിലും നമുക്ക് ഗ്യാപ്പ് ഡൗൺ ആയി ഓപ്പൺ ആയി ഇവിടുന്ന് ഒരു ബൈങ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും എന്റെ മാത്രം അനലൈസ് കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. ഓക്കെ, അതും ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നാൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, കാരണം ഞാൻ ഈ ഒരു സോൺ, അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പലവട്ടം 1, 2, 3, 4, 5 പലവട്ടം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. വന്നപ്പോൾ തന്നെ നമുക്ക് റിവേഴ്സ് കിട്ടിയപ്പോൾ എന്ത് സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കിട്ടിയെന്ന് കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ബൈങ് ആണ് വന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സ്ട്രോങ് ബൈങ് സോൺ ആണ്. ഒരിക്കലും നിങ്ങൾ പാനിക് ആയിട്ട്, അതായത് ഒരു എടുത്തു ചാടി നിങ്ങളൊരു പുട്ട് ഓപ്ഷനൊന്നും ബൈ ചെയ്യാണ്ടിരിക്കുക, നോക്കിയും കണ്ടും ചെയ്യുക. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരും, വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ അതായത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രെൻഡ് ലൈനിൽ വെച്ചിട്ടാണോ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണോ ട്രേഡ് ചെയ്തത് ജസ്റ്റ് ഈ ഒരു വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അനാലിസിസ് വീഡിയോ കാണാം. അതുപോലെ നാളത്തെ മാർക്കറ്റിൽ നമ്മൾ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കയറി ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.